മലയാളത്തിലുള്ള ഖുതുബ തർജുമയാണ് നടക്കുന്നത്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൈഫുനാ ഇജാസത്തുൻ മുസ്മിറ. സമ്മർ വെക്കേഷൻ നല്ല ഒരു അവധി സമയമാണ്. ഇതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികൾ അവരുടെ പാഠശാലകൾക്ക് അവധി ലഭിക്കുകയാണ്. അവർക്ക് ലീവ് ലഭിക്കുന്ന സമയത്ത് അവരുടെ സമയം ഏറ്റവും നല്ല ഉപകാരപ്രദമായ നിലക്ക് ഉപയോഗിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, യഹ്രിസ് അലാ മാ യൻഫഉക്. നിനക്ക് ഉപകാരമുള്ള കാര്യത്തിന്മേൽ നീ അത്യുത്സാഹം കാണിക്കണം. പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് ലീവിൻ്റെ അവധിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് അവധി ലഭിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന നിലക്ക് ആ ലീവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മക്കൾക്ക് പ്രത്യേകം പാക്കേജുകൾ അതിന് സംവിധാനിക്കണം. അവരുടെ സമയങ്ങൾ വൃഥാവിലായി പോകുന്നത്, അനാവശ്യമായി ചെലവായി പോകുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതുപോലെ അതിൻ്റെ പാരായണം വേണ്ടതുപോലെ നല്ല നിലക്ക് പഠിക്കാനും അവർക്ക് അതിലൂടെ നാം വഴിയൊരുക്കണം. അതിന് പ്രത്യേകം നമ്മുടെ ഔഖാഫിൻ്റെ കീഴിൽ പ്രത്യേകം പദ്ധതികൾ ഉണ്ട്. അതിലേക്ക് മക്കളെ ചേർക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ മക്കളെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അല്ലെങ്കിൽ ഖുർആൻ പാരായണവും പഠിപ്പിക്കുമ്പോൾ ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാർ, കുടുംബക്കാർ, അതുപോലെ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാർ എന്ന സ്ഥാനത്തേക്ക് അവർ ഉയരുന്നതാണ്. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്ന്. അതുപോലെ മക്കളെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രത്യേകം പാക്കേജുകൾ, പദ്ധതികൾ, പ്രോഗ്രാമുകളുണ്ട്. മക്കൾക്ക്, ആൺകുട്ടികൾക്ക് പള്ളികളിൽ ഇമാമ് നിർത്തുന്നതിനുള്ള പരിശീലനങ്ങൾ, അതുപോലെ പെൺകുട്ടികൾക്കുള്ള പ്രത്യേകം പ്രോഗ്രാമുകൾ, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മക്കളെ ചേർക്കാം ഈ സന്ദർഭത്തിൽ. അതുപോലെ മക്കൾക്ക് അറബി ഭാഷയിൽ വലിയ പരിജ്ഞാനം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ എല്ലാ വിഷയങ്ങളിലും നല്ല അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരുടെ സ്വഭാവ സംസ്കരണത്തിന് വേണ്ടിയിട്ടും അവരുടെ അറിവ്, വിജ്ഞാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നല്ല നല്ല പുസ്തകങ്ങൾ ലഭ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടാവായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുമ്പിൽ സമയം വൃഥാവിൽ ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ അവരുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ അനാവശ്യമായ മറ്റു പലതും കണ്ട് വെറുതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി
അവർക്ക് ഇത്തരം നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതുപോലെ ഈ അവധി സമയത്ത് അവർക്ക് കായികമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകണം, അവർക്കുള്ള വ്യായാമങ്ങൾ, അതുപോലെ അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള ആ കായിക അഭ്യാസങ്ങൾ, ഇതെല്ലാം അവർക്ക് പരിശീലനം നൽകുന്നതിലൂടെ അവർക്ക് സ്വയം രക്ഷയും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ അവരുടെ ആത്മാവിന് തന്നെ മനസ്സിന് തന്നെ നല്ല സമാധാനം ലഭിക്കാനും അതിലൂടെയൊക്കെ വലിയ കാരണമായി തീരുന്നതാണ്. അതുപോലെ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതിലൂടെ അവർക്ക് ഇപ്പോഴും അതുപോലെ ഭാവി ജീവിതത്തിലും അവർക്ക് അത് വലിയ ഉപകാരമായി തീരുന്നതാണ്. അതുപോലെ ഈ അവധി ലഭിക്കുന്ന സന്ദർഭത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധം ചേർത്താൻ ശ്രമിക്കണം എന്നതാണ്. മക്കളുമായി കുടുംബങ്ങളിലൊക്കെ ചെല്ലുക, നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ പരിശുദ്ധ ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് മക്കളുമായി സംസാരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് മക്കളോട് കൂടെ ഇരുന്നു കൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അവരുടെ അഭിലാഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും മാതാപിതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ കഴിയണം. അതേ സന്ദർഭത്തിൽ നമ്മുടെ മക്കൾ അനാവശ്യമായ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതിനെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം പലപ്പോഴും കൂട്ടുകെട്ടിലൂടെയാണ് നമ്മുടെ മക്കളെല്ലാം വഴി പിഴച്ചു പോകുന്നത്. നല്ല ആൾക്കാരുടെ രൂപത്തിൽ വരികയും പക്ഷേ അത് ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയായാൽ നാളെ അവർക്ക് ഈ ജീവിതത്തിൽ അതൊരു വലിയ നാശമായി തീരും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങളുടെ ജീവിതം തകർന്നു പോകും ചീത്ത കൂട്ടുകെട്ട് ഉണ്ടായാൽ. മാത്രമല്ല നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ വലിയ വിഷമം, പ്രയാസം അതിൻ്റെ കാരണം ഉണ്ടാവുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, അന്ന് ഖിയാമത്ത് നാളിൽ അവർ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എൻ്റെ നാശമേ, ഇന്നാലിന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ഫ്രണ്ടായി, എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഖിയാമത്ത് നാളിൽ ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് അത്തരം ചീത്തയായ കൂട്ടുകളിൽ നിന്ന് എല്ലാം നമ്മളെ മക്കളെ സുരക്ഷിതമാക്കുകയും നമ്മളെ മക്കളെ ഏറ്റവും ഈ അവധി സമയത്ത് അവരുടെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് നമ്മളവരെ സുരക്ഷിതമാക്കുകയും അവർക്ക് വേണ്ട എല്ലാ നന്മയുടെ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന നല്ല സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് എല്ലാ നന്മകളും ചെയ്യുന്നതിനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത്, മർഹമത്ത്, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.